അനേകരുടെ ജീവിതത്തിലെ അഹങ്കാരം ഇല്ലാതാകുന്നത് എപ്പോഴാണെന്നറിയാമോ? കയ്യിലുള്ള സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് താൻ ഒന്നുമില്ലാത്തവനായി തീർന്നു കഴിഞ്ഞു എന്നുള്ള ബോധ്യം കടന്നു വരുമ്പോൾ, അതുപോലെ തന്നെ തനിക്കുള്ള സൗന്ദര്യം എല്ലാം നഷ്ടപ്പെട്ട് താൻ മുഖം ഒക്കെ വികൃതമായി തീരുമ്പോൾ തനിക്ക് മനസ്സിലാക്കും അഹങ്കരിക്കുവാനായിട്ട് ഒന്നുമില്ല എന്ന്. തൻ്റെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് താൻ ഒരു നിത്യരോഗിയായി കഴിയുമ്പോൾ മനസ്സിലാക്കും അഹങ്കരിക്കുവാനായിട്ട് ഒന്നുമില്ല എന്ന്. ചുറ്റുപാടുകളും എല്ലാം ഉണ്ടെന്നും തനിക്ക് സ്വാധീനവും ബലവും പിടിപാടുകളും ഉണ്ട് എന്ന് ചിന്തിച്ചിരുന്നിട്ട് അതെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, താൻ ഏകനാണ്, തനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുള്ള ബോധ്യം വന്നു കഴിയുമ്പോൾ അഹങ്കാരം തന്നെ കുറയുവാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ താൻ ബലവാനാണ്, ശക്തനാണ്, തനിക്ക് എന്തും ചെയ്യാൻ ഈ ഭൂമിയിൽ സാധിക്കുമെന്നുള്ള ചിന്തകൾ വെച്ചുകൊണ്ട് ജീവിച്ച് അവസാനം തനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, താൻ ഏകനാണെന്നുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ തൻ്റെ അഹങ്കാരങ്ങൾ കുറയുവാനായിട്ട് തുടങ്ങും. സ്നേഹമുള്ളവരെ, അഹങ്കരിക്കുവാനായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല. കാരണം എന്തെന്നറിയാമോ? ഒരു ശ്വാസബലത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഒരു ശ്വാസം ഒന്ന് നിലച്ചാൽ, അതായത് ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ് മനുഷ്യൻ്റെ ഹൃദയം ഇടിക്കുന്നത്. അതിൽ ഒരു ഇടിപ്പ് നിന്നു പോയാൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ, ശക്തിയുണ്ടെങ്കിൽ, ബലമുണ്ടെങ്കിൽ, സൗന്ദര്യമുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന വ്യക്തി ജീവിതത്തിൽ ദീർഘായുസ്സോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.